നമസ്കാരം. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ പ്രമുഖ നഗരങ്ങളിൽ വൻ സ്ഫോടന പരമ്പരകൾക്ക് പദ്ധതിയിട്ട ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 8 പേരെ ഡൽഹി പോലീസ് പിടികൂടി. 6 പേരെ തമിഴ്നാട്ടിൽ നിന്നും 2 പേരെ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിൽ നിന്നുള്ളവരും ഇവരിൽ ഉൾപ്പെടുന്നു. ഇവർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും ഭീകരാക്രമണ പദ്ധതിയുടെ ഭാഗമാണ് എന്നുമാണ് ഡൽഹി പോലീസ് അറിയിച്ചത്. പാക് ചാര സംഘടനയായ ISI, ലഷ്കർ-ഇ-തോയ്ബ, ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ എന്നിവയുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഡൽഹി പോലീസിന്റെ പ്രത്യേക വിഭാഗം പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റുകളിൽ ജോലി ചെയ്തിരുന്ന 6 പേരെയാണ് ഇവിടെ നിന്നും പിടികൂടിയത്. മിസാനുർ റഹ്മാൻ, മുഹമ്മദ് ഷബാത്ത്, ഉമർ മുഹമ്മദ് ലിതാൻ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഉജാൽ എന്നിവരാണ് തമിഴ്നാട്ടിൽ പിടിയിലായത്. പ്രതികളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസിന് കൈമാറുകയായിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്ന് 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായവരിൽ ബംഗ്ലാദേശ് സ്വദേശികളും ഉൾപ്പെടുന്നുണ്ട്. ഇവരെ ഉടൻ തന്നെ ഡൽഹി പോലീസിന് കൈമാറും. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഫ്രീ കശ്മീർ എന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വിദേശ ഹാൻഡിലർമാരുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ തയ്യാറെടുക്കുകയായിരുന്നു. പ്രതികളിൽ നിന്നും 8 മൊബൈൽ ഫോണുകളും 16 സിം കാർഡുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഇന്ത്യയിൽ തങ്ങുന്നതിനായി വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കും ചാന്ദിനി ചൌക്കിലെ ഒരു ക്ഷേത്രം ഉൾപ്പെടെ രാജ്യത്തെ മറ്റ് പ്രമുഖ മതസ്ഥലങ്ങളിലും സ്ഫോടനം നടത്താൻ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ പദ്ധതിയിടുന്നുണ്ടെന്ന് വിവരം പുറത്തുവന്നതിന് ഒരു ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ് സംഭവിച്ചത്. ഫെബ്രുവരി 6-ന് ഇസ്ലാമാബാദിലെ പള്ളിയിൽ നടന്ന ചാബേർ സ്ഫോടനത്തിന് പ്രതികാരം ചെയ്യാനാണ് ഈ നീക്കമെന്നാണ് സൂചന. ഇസ്ലാമാബാദിലെ പള്ളിയിൽ നടന്ന സ്ഫോടനത്തിൽ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നെങ്കിലും ഇതിന് മറുപടിയായി ഇന്ത്യയിൽ ആക്രമണം നടത്താനാണ് ലഷ്കർ ഗ്രൂപ്പുകൾ ലക്ഷ്യമിട്ടതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭീകരാക്രമണ ഭീഷണിയുടെയും അറസ്റ്റിന്റെയും പശ്ചാത്തലത്തിൽ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ വലിയൊരു ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. സംഭവത്തെ തുടർന്ന് തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയും പ്രധാന നഗരങ്ങളിൽ സുരക്ഷയും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ആരാധനാലയങ്ങൾക്ക് നേരെയും ചരിത്ര സ്മാരകങ്ങൾക്ക് നേരെയും ലഷ്കർ-ഇ-തോയ്ബ ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ലഷ്കർ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യതലസ്ഥാനത്ത് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് പോലീസ് പ്രതികളെ പിടികൂടുന്നതിലേക്ക് ആയുള്ള അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ഫ്രീ കശ്മീർ എന്ന പോസ്റ്റർ പതിച്ചിരുന്നു. ഇവിടം തുടങ്ങിയ അന്വേഷണമാണ് 8 പേരുടെ അറസ്റ്റിൽ എത്തിയത്. എന്തായാലും ഡൽഹിയിൽ നടന്ന കാർ ബോംബാക്രമണത്തിന് ശേഷം വലിയൊരു ശൃംഖലയെ പിടിച്ചിരുന്നു. വൈറ്റ് കോളർ ടെററിസം രാജ്യത്ത് എത്രത്തോളം ഭീകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമായിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു വലിയ ശൃംഖലയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മത ആരാധന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ നടത്താൻ ലക്ഷ്യമിട്ടിരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം.